മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുണ്ടായ അപകടത്തിന് പിന്നാലെ തലപ്പാറയിലും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടും റോഡിൽ വിള്ളലും മണ്ണിടിച്ചിലും. കാഞ്ഞങ്ങാട് മാവുങ്കലിന് സമീപം കല്യാൺ റോഡ് ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡാണ് ഇടിഞ്ഞത്. മലപ്പുറത്ത് തലപ്പാറയിൽ ദേശീയപാതയിൽ മണ്ണിട്ടുയർത്തിയ ഭാഗത്താണ് വിള്ളലുണ്ടായത്. അതിനുശേഷവും വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. എന്നാൽ വിള്ളൽ കൂടിയതോടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ദേശീയപാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. സർവീസ് റോഡിന് സമീപത്തെ സംരക്ഷണ ഭിത്തിക്കും വിള്ളലുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീതിയുണ്ടെന്നും അധികാരികൾ അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സർവീസ് റോഡിലൂടെ ഭാരവാഹനങ്ങളും മറ്റും കടന്നുപോകുന്നത് അപകട സാധ്യത കൂട്ടുന്നുവെന്നും ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. അതേസമയം കൂരിയാട് ദേശീയപാത 66 ഇടിഞ്ഞു താഴ്ന്നുണ്ടായ അപകടം പൊതുമരാമത്ത് സെക്രട്ടറി അന്വേഷിക്കും. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ഇതിനായി പൊതുമരാമത്ത് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കും. അപകടവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ആരായും. റിപ്പോർട്ട് കിട്ടിയ ശേഷം ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതിനിടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു. മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് ദേശീയപാത അതോറിറ്റി വിശദീകരിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ദേശീയപാത അപ്രത്യക്ഷമായി തകർന്നത്. 50 അടി ഉയരത്തിലുള്ള ദേശീയപാതയാണ് ഇടിഞ്ഞു വീണത്.